തമിഴ്നാട്ടിലേക്ക് പോകാം. അവിടെ സർക്കാർ രൂപീകരണത്തിന് വിജയ്ക്ക് മുന്നിലെ പ്രതിസന്ധി ഇപ്പോഴും മാറിയിട്ടില്ല. 118 പേരുടെ പിന്തുണ വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാടിന്റെ ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 113 പേരുടെ പിന്തുണയാണ് നിലവിൽ ഇപ്പോൾ വിജയുടെ TVKക്ക് ഉള്ളത്. വീണ്ടും ഇന്ന് വിജയ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, വിജയ്ക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. ഭൂരിപക്ഷം ഉറപ്പാക്കിയ ശേഷം സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കാമെന്ന നിലപാട് ഗവർണർ തിരുത്തിയിട്ടുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ടിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? 5 സീറ്റിന്റെ അകലത്തിലാണ് വിജയ് ഇപ്പോൾ അധികാരത്തിൽ നിന്ന് നിൽക്കുന്നത്. ആ സീറ്റ് എവിടെ നിന്ന്, എങ്ങനെ, എപ്പോൾ എന്ന കാര്യത്തിൽ വ്യക്തതയായോ? ജിക്ക് 24 മണിക്കൂറിനിടെ 2 തവണയാണ് വിജയ് ഗവർണറെ കണ്ടത്. ആദ്യ തവണ തന്നെ 113 സീറ്റുകൾ എന്ന ഒരു നമ്പറിൽ എങ്ങനെ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമായിരുന്നു ഗവർണർ ചോദിച്ചത്. അതേ ചോദ്യം തന്നെ അദ്ദേഹം ഇന്നും ആവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 113 സീറ്റുകൾ വെച്ച് എങ്ങനെ സർക്കാർ രൂപീകരിക്കാൻ കഴിയും? 118 സീറ്റുകൾ എന്തായാലും വേണം, എങ്കിൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് എന്തായാലും ഗവർണർ ഉള്ളത്. സത്യപ്രതിജ്ഞ നീളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സത്യപ്രതിജ്ഞ ഇനിയും നീളും. അതൊരു പക്ഷേ വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന തരത്തിലുള്ള ചില വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് പറയുകയും പോയ. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ DMKയുടെ അധ്യക്ഷൻ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിജയ് സർക്കാർ TVK സർക്കാർ രൂപീകരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തില്ല. അവർ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയാണ് ജനങ്ങളൊരു മാൻഡേറ്റ് വിജയ്ക്ക് നൽകിയിട്ടുള്ളത്. അവർ തന്നെ സർക്കാർ രൂപീകരിക്കും, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കില്ല. മാത്രമല്ല 6 മാസം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും എന്നൊരു കാര്യം എന്തായാലും ഒരു അഭിമുഖത്തിൽ MK സ്റ്റാലിൻ പറയുന്നുണ്ട്. അതിന് പിന്നാലെ CPI, CPIM അതുപോലെ തന്നെ VCK പാർട്ടികളിൽ 3 പാർട്ടികളുടെയും സംസ്ഥാന അധ്യക്ഷന്മാർ വിജയ്ക്ക് അനുകൂലമായൊരു നിലപാട്, അതായത് ഗവർണറുടെ നിലപാട് ശരിയല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ വിജയെ ഈ പറഞ്ഞ രീതിയിൽ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന രീതിയിലുള്ള രൂക്ഷമായ വിമർശനത്തോടു കൂടിയുള്ള ചില പ്രസ്താവനകൾ ഈ 3 പാർട്ടികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ ഇപ്പോൾ CPIയുടെയും CPIMൻ്റെയും ഒക്കെ നേതൃയോഗങ്ങൾ, സംസ്ഥാന കൗൺസിൽ യോഗങ്ങൾ, സംസ്ഥാന സമിതി യോഗങ്ങളെല്ലാം നടക്കുന്നുണ്ട്. VCKയുടെ ഇന്നൊരു യോഗം നടക്കേണ്ടതായിരുന്നു, പക്ഷേ അത് മാറ്റിവെച്ചു. എന്തായാലും ഈ 3 കക്ഷികളുടെ പിന്തുണ ഒരു പക്ഷേ നാളെ ഈ പറഞ്ഞ രീതിയിൽ TVKക്ക് ലഭിച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 119 എന്ന ഒരു നമ്പറിലേക്ക് എന്തായാലും TVK എത്തും. അങ്ങനെയെങ്കിൽ നാളെ തന്നെ ഈ 118 മെജോറിറ്റി ക്രോസ് ചെയ്തുകൊണ്ടുള്ളൊരു ലെറ്റർ നൽകാൻ സാധിക്കും TVKക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 3 പാർട്ടികൾ ഒരു അനുകൂല നിലപാടിലേക്ക് നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാലിൻ്റെ ഒരു പ്രസ്താവന രാവിലെ വന്നതിന് പിന്നാലെയാണ് ആ രീതിയിലേക്കുള്ള ഒരു കാര്യത്തിലേക്ക് എന്തായാലും പോകുന്നത്. ഒരു പക്ഷേ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ തീരുമാനം ഒരു പക്ഷേ നാളെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും GK, ഞാനിപ്പോൾ ഉള്ളത് പനയൂരിലെ TVKയുടെ ആസ്ഥാനത്താണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ നിരവധിയായിട്ടുള്ള MLA മാർ വരുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ ഇവിടെ 10:30 മണിക്ക് യോഗം പറഞ്ഞിരുന്നതാണ്. അതിനിടയിലാണ് ഗവർണറെ കാണുന്നതിന് വേണ്ടി വിജയ് പോയത്. അത് ഗവർണറെ കണ്ടതിന് ശേഷം പട്ടണപ്പാക്കത്തുള്ള ഫ്ലാറ്റിൽ, അതായത് അവിടെയാണ് ഇപ്പോൾ കൂടിയാലോചനകളെല്ലാം കാര്യമായി നടക്കുന്നത്. അവിടെയുള്ള ഫ്ലാറ്റിൽ മുതിർന്ന നേതാക്കൾ അതുപോലെ തന്നെ ലീഗൽ വിഭാഗവുമൊക്കെയായി അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇന്നുകൂടി അനുമതി നിഷേധിച്ചൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും വിജയ് ആലോചിക്കുന്നുണ്ട്, TVK ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കോൺഗ്രസിൻ്റെ ഒരു കൺസെന്റ് ആ കാര്യത്തിലുണ്ട്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ TVKക്കകത്ത് നടക്കുന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇപ്പോൾ പട്ടണപ്പാക്കത്തുള്ള വിജയുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും മനേഷ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 24 മണിക്കൂറിനിടെ 2 വട്ടം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം TVK അധ്യക്ഷൻ വിജയ്ക്ക് ലഭിച്ചിട്ടില്ല. അതിനൊരു കാരണം ഭൂരിപക്ഷം തികയ്ക്കാനുള്ള 5 സീറ്റിന്റെ നമ്പർ എന്നത് ആയിട്ടില്ല എന്ന ഗവർണർ തടസ്സവാദം ഉന്നയിച്ചിരിക്കുന്നു. അതിൽ ഇനി എന്തെല്ലാം ചർച്ചകൾ തുടർന്നങ്ങോട്ട് ആരുടെയൊക്കെ പിന്തുണ തേടിയായിരിക്കും വിജയ് അധികാരത്തിലെത്താൻ പോകുന്നത് എന്നതിലാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വിജയെ സംബന്ധിച്ച് 5 സീറ്റ് എന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്ര വലിയ കടമ്പയാണ് എന്ന് പറയാനും കഴിയില്ല. പക്ഷേ ആ തീരുമാനം എങ്ങനെ വേണം, എപ്പോൾ, ആരെ കൂടെ കൂട്ടണമെന്ന കാര്യത്തിലൊക്കെയുള്ള ചർച്ചകൾ ചെന്നൈയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് മനേഷിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തമിഴ്നാട്ടിലും സ്ഥിതിഗതികൾ അങ്ങനെ അത്ര സ്മൂത്ത് ആയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനേഷ് മൂർത്തിയുടെ റിപ്പോർട്ടിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.